ഇനിയും വായിൽ കൊള്ളാത്ത വാക്കുകളും ഒരു ഇളിഞ്ഞ ചിരിയുമായി ഗോവിന്ദ ഇതുവഴി വരില്ലേ? ഗോവിന്ദന്റെ കാര്യം തീരുമാനമായി. കാരണം ഗോവിന്ദനെ ബലി കൊടുത്ത്, പാർട്ടി സെക്രട്ടറിയെ ബലി കൊടുത്ത് ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ മുഖം രക്ഷിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതിന് പിണറായി വിജയൻ ഗോവിന്ദനുമായി സംസാരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഗോവിന്ദ, താങ്കളെല്ലാം ഏറ്റെടുത്ത്, ഇത് പാർട്ടി സംവിധാനത്തിന്റെ, പാർട്ടി സെക്രട്ടറിയുടെ ശ്രദ്ധക്കുറവാണ്, ജാഗ്രത കുറവാണ്, അങ്ങനെയുള്ള പദപ്രയോഗങ്ങളുണ്ടല്ലോ, ജാഗ്രത കുറവാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തൽക്കാലം തടിയൂരാം. അപ്പം അതായത് പിണറായി വിജയൻ സ്വയം രക്ഷിക്കപ്പെടുകയും ചെയ്യും, പാർട്ടി പ്രവർത്തകർ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാവുകയും ചെയ്യും. വിവിധ ബ്രാഞ്ച് കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ച് ഒന്ന് തൽക്കാലം മാറി നിന്നിട്ട് നമുക്ക് ആരെങ്കിലും പുതിയ ഒരാളെ പിടിച്ച് ഏൽപ്പിക്കാം. ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ എല്ലാം അയാളുടെ തലയിൽ വെക്കാം എന്നുള്ള ഒരു ഡീല് പിണറായി വിജയനും MV ഗോവിന്ദനും തമ്മിൽ ഉണ്ടായി എന്ന് പാർട്ടി വൃത്തങ്ങൾ തന്നെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പറയുകയാണ്. ഇതിനകത്ത് എല്ലാവരുടെയും, ഗോവിന്ദന്റെ അടക്കം ഉള്ള പ്രതിസന്ധികളുണ്ട്. ഗോവിന്ദന്റെ ഭാര്യയെ ഈ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാൻ ശ്രമിച്ചത് ഗോവിന്ദനെ സംബന്ധിച്ചും ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക്, ഒരു വലിയ തെറ്റായിട്ട്, അല്ലെങ്കിൽ തെറ്റായ ഒരു തീരുമാനമായിട്ട് കരുതേണ്ടി വരും. PP ദിവ്യ എന്ന നേതാവിനെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ജയിക്കുകയാണെങ്കിൽ മന്ത്രിയാക്കാം എന്ന വാക്കും പിണറായി നൽകിയിരുന്നു എന്ന് കേൾക്കുന്നു. അതൊന്ന്. പിന്നെ ഭരണവിരുദ്ധ വികാരം പൊതുവെയുണ്ട്. ജനങ്ങൾക്കിടയിലുള്ള പാർട്ടിയുടെ സ്വാധീനം കുറഞ്ഞത്, ജനവിരുദ്ധ നയങ്ങൾ, ധൂർത്ത്, സ്വജനപക്ഷപാതം, കൃത്യമായി ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാതിരിക്കൽ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കൽ, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് കാരണങ്ങൾ നിരത്താൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉത്തരവാദി തീർച്ചയായിട്ടും മുഖ്യമന്ത്രി തന്നെയാണ്. പാർട്ടി സെക്രട്ടറിക്ക് 2ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തെ മാറ്റുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. പക്ഷേ പാർട്ടി ഇങ്ങനെയാണ്, പാർട്ടിയുടെ ചില നയങ്ങൾ, അമേരിക്കൻ സാമ്രാജ്യത്വം കാരണമാണ് തോറ്റത് എന്നൊക്കെയാണ് MA ബേബി തട്ടിവിടുന്നത്. ഇതൊക്കെ തന്നെ ഇവരെ പുറകോട്ടടിക്കുന്നത്. ലോകം മുഴുവൻ കമ്മ്യൂണിസം പുറകോട്ട് പോയതിൻ്റെയും നശിച്ച് നാറാണക്കല്ല് പിടിച്ചതിൻ്റെയും ഒക്കെ പ്രധാന കാരണം ഈ ന്യായവാദങ്ങളാണ്. ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയെങ്കിലുമുണ്ട്. വലിയ വിദ്യാഭ്യാസമില്ലാത്ത സാധാരണ ഒരു വ്യക്തിക്കാണെങ്കിൽ കൂടി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയുണ്ട്. ഒരു യുക്തിയുമില്ലാതെ കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് ദേശാഭിമാനി വായിക്കുന്നവരെ പോലും വിശ്വസിപ്പിക്കാൻ പ്രയാസമുള്ള തരത്തിൽ ഇത്തരം കാര്യങ്ങൾ തട്ടിവിടുന്നത് അത് പാർട്ടിയുടെ ഒരു നയമായിരുന്നു. ഇവിടെ ധനരാജ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചിട്ടില്ല എന്നങ്ങ് പറയുകയാണ്. കൃത്യമായി കണക്ക് വരുന്നു. ചോദിക്കുന്നതിനല്ല അന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് മറുപടി നൽകിയത്. ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്നില്ലേ? ഈ V കുഞ്ഞികൃഷ്ണന്റെയും DK ഗോവിന്ദന്റെയും G സുധാകരന്റെയും വിജയം മാത്രം നോക്കിയാൽ മതി പാർട്ടി ഏതവസ്ഥയിലെത്തി, CPM ഏതവസ്ഥയിലെത്തി എന്നുള്ളതാണ്. പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ ഇവരെയൊക്കെ 51 വെട്ടുവെട്ടിയാണ്. ഇപ്പം അതും പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പം പാർട്ടി സെക്രട്ടറിയും നിയുക്ത പ്രതിപക്ഷ നേതാവായ പഴയ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരു ഡീലുണ്ട്. പാർട്ടി സെക്രട്ടറിയെ തൽക്കാലം ബലി കൊടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചെടുക്കാനും ജനങ്ങളിൽ നിന്ന് ഒന്ന് ശ്രദ്ധ തിരിക്കാനും മാധ്യമങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള ചില ശ്രമങ്ങൾ AKG സെന്റർ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള കരക്കമ്പിയും പുറത്തു വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ, നിങ്ങളുടെ മുഖം രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. പക്ഷേ ജനങ്ങൾ പഴയ പോലെ അല്ല, ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് MV ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. എന്നാലും മനസ്സിലായില്ല എന്ന് നടിക്കുകയാണ്. അത് വഴിയെ അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമായിക്കൊള്ളും.